നമസ്കാരം, സജീവതരക്കാരനാണ്. അപ്പോൾ ഇന്ന് വിഷുവാണ്. വിഷുവായിട്ട് ഇന്ന് രണ്ട് യുവ കർഷകരെയാണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഇവർ. അപ്പോൾ അവരാരൊക്കെയാണെന്നും ഇവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്തിട്ടുള്ളതെന്നും ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എന്താണ്? സുമേഷ്. നിങ്ങളുടെ പേര്? ബിബീഷ്. നിങ്ങൾ രണ്ടുപേരാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടെ മൊത്തം എത്ര ഏക്കർ സ്ഥലമാണ്? ഇവിടെ 3 ഏക്കർ സ്ഥലത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. 3 ഏക്കർ സ്ഥലത്ത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് സമ്മിശ്ര കൃഷിയാണ്. എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. കാര്യം ഇവിടെ കാട് വളർച്ച ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ വെള്ളവും മഴ സമയത്ത് വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇവിടെ ഇപ്പം ചെയ്തിരിക്കുന്നത് വാഴ, വെണ്ട, സലാഡ് വെള്ളരി, ചീര, പയർ, കുറ്റിപ്പയർ എന്നിവയാണ് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത്. അത് വാഴയ്ക്ക് ഇടവിളയായിട്ടാണ് സലാഡ് വെള്ളരിയും വെണ്ട, ചീര ഇവയൊക്കെ ചെയ്യുന്നത്. വാഴയ്ക്ക് ഇടവിളയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മളിവിടെ വാഴയാണ് ചെയ്യുന്നത്. വാഴ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 3 വാഴ, ഒരു മൂട്ടിൽ 3 വാഴ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഓ, ഇങ്ങനെ ഇതാകുമ്പോൾ നമുക്ക് പണി എളുപ്പമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മൂട്ടിൽ 3 വാഴ ചെയ്താൽ മതി. നമ്മൾ പിടിച്ച് കെട്ടാൻ കാറ്റ് വന്നാലൊക്കെ പിടിച്ച് കെട്ടാനൊക്കെ എളുപ്പമാണ്. ആനക്കൊമ്പ് വെണ്ടയാണ്. ആനക്കൊമ്പം വെണ്ട, നമ്മൾ നാടൻ വെണ്ട. ഇവിടെ തന്നെ നമ്മൾ വിട്ടെടുത്ത് നാടൻ വെണ്ടയാണ് നമ്മൾ ചെയ്യുന്നത്. അത് വാഴക്കിടയിലായിട്ട് നമ്മൾ ഫുള്ളായിട്ട് വെണ്ട നടും. ഫസ്റ്റ് ടൈം ചീര ഇടും. ചീര ഇട്ടതിന് ശേഷം ചീരയും വെണ്ടയും മിക്സ് ചെയ്താണ് നടുന്നത്. ഫസ്റ്റ് ടൈം ഒരു 10-20 ദിവസം ആകുമ്പോൾ ചീര വിളവെടുക്കാൻ പറ്റും. ഒരു 40 ദിവസം, ഒരു 30-40 ദിവസം ആകുമ്പോൾ വെണ്ടയും കായ്ച്ചു തുടങ്ങും. ഈ വെണ്ട പൊങ്ങി വരുന്നപ്പോൾ വലുതായി വരുമ്പം ചീര നമ്മൾ പിഴുത് മാറ്റി കൊടുക്കും. ഈ വെണ്ടയും ചീരയും ഏതാണ്ട് 1 മാസം കൊണ്ട് ഇതിൻ്റെ വിളവെടുപ്പെല്ലാം കഴിയുമ്പം ഇതിൻ്റെ മറ്റ് ഭരണാവശിഷ്ടങ്ങൾ, മറ്റ് വേസ്റ്റ് എല്ലാം നമ്മൾ വാഴയ്ക്ക് വളമാക്കി വാഴ വലുതാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ ജോലിക്കൂലി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വാഴയുടെ വരുമാനം മിച്ചം വരികയും ചെയ്യും. മറ്റുള്ള കാര്യങ്ങളെല്ലാം ഈ ചെറിയ കൃഷികളിലൂടെ റൗണ്ടായി പോകും. അങ്ങനെ. ഇതിപ്പോൾ നിങ്ങൾ എത്ര നാൾ കൊണ്ട് തുടങ്ങി? 1 വർഷം കൊണ്ടാണ് നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ കൃഷി ചെയ്യാതെ തരിശായിട്ട് കാട് കയറി ഫുള്ള് വെള്ളം കെട്ടിക്കിടക്കുന്ന വസ്തുവായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ചാലിൽ നിങ്ങൾ ചാലിൽ മീൻ ഇട്ടിട്ടുണ്ടോ? പിന്നെ ഇവിടെ പണ്ട് ഒരു നാടൻ ഉടവല സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ വംശനാശം ഈ സാധനം ഇപ്പോൾ കാണാൻ അറിയാമല്ലോ. ഇപ്പോൾ എടുത്തില്ല. ഇവിടെ ചാക്ക് കണക്കിലുണ്ട്. ഞാൻ ഇത് നിങ്ങൾ ഈ ചാലിൽ തന്നെ ഒരുപാടുണ്ടല്ലേ? ഇട്ട സാധനമാണ്. നിങ്ങൾ ഇതിന് ആഹാരം കൊടുക്കൂ? നമ്മൾ ആഹാരം കൊടുക്കും. ഓ, എന്നിട്ട് ഇത് പോവാതെയാണ് ഇത് നെറ്റൊക്കെ ഇങ്ങനെ വെച്ചാൽ, അല്ലെങ്കിൽ ഇത് വഴി പോകുമല്ലേ? അതുവഴി പോകും. നമ്മൾ ഇവിടുത്തെ ഈ നാടൻ മീനുകൾ വംശനാശം വന്നുകൊണ്ടിരുന്ന സാധനങ്ങളുണ്ടല്ലോ, അതിനെ കംപ്ലീറ്റ് സാധനങ്ങളെ നമ്മൾ പല ഭാഗത്തുനിന്നായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ചാലിലാണ് അപ്പോൾ ഇത് കിടക്കുന്നത്. ഇതല്ലാതെ വേറെ ബ്രാലുണ്ടോ? ബ്രാൽ ആവശ്യം പോലെ ഉണ്ട്. അപ്പോൾ ഈ മീനൊന്നും പുറത്ത് പോകില്ല, അതിനുള്ള ഇതെല്ലാം സേഫ്റ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. പുറത്ത് പോകാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതെല്ലാം ഗ്രില്ല് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പ് സമയങ്ങൾ എങ്ങനെയാണ്? മീനിൻ്റെ വിളവെടുപ്പ് നമ്മൾ എല്ലാ സമയങ്ങളിലും വിളവെടുക്കാറുണ്ട്. എല്ലാ സമയങ്ങളിലും എന്ന് വെച്ചാൽ നമ്മളിപ്പം കണ്ടിന്യൂ ആയിട്ട് ആവറേജ് വരുമാനം നമുക്ക് ഒരു സ്ഥലത്ത് കൃഷി ചെയ്ത് മാറുമ്പോൾ അടുത്ത സ്ഥലത്തോട്ടായിട്ട് വെണ്ട, ചീര അങ്ങനെയൊക്കെയുള്ള ഇടവേളകൾ. പിന്നെ ഫൈനലായിട്ട് വാഴ. ഫൈനലായിട്ടാകുമ്പോൾ നമുക്ക് ലാസ്റ്റ് വാഴ കിട്ടും. പിന്നെ വീണ്ടും നമ്മൾ റീപ്ലാന്റ് ചെയ്യാണ് ചെയ്യുന്നത്. വാഴ നമ്മൾ ഏതാണ്ട് ഒരു 2 പ്രാവശ്യം 2 കൊല എടുക്കും. ഫസ്റ്റ് ടൈം എങ്ങനെ ഒരു വാഴയുടെ ചോട്ടിൽ ഒരു റൗണ്ട് വാഴ കൃഷി ചെയ്യുമ്പോൾ അതൊരു 6 മാസം ആകുമ്പോൾ ഫസ്റ്റ് റൗണ്ട് ഓരോ കൊല കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് അതിൽ നിന്ന് 1 കന്ന് വീതം നമ്മൾ നിർത്തിയിരിക്കും. അതിനെ വീണ്ടും പ്രൊട്ടക്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു 3 മാസം 4 മാസം കൊണ്ട് അത് വീണ്ടും കൊലയ്ക്കും. 2 കൊല എടുക്കും. അതിന് ശേഷം റീപ്ലാന്റ് ചെയ്യാണ് പതിവ്. നമ്മൾ ഈ ഒരു കിളപ്പ് കളച്ച് നട്ട് കഴിഞ്ഞാൽ നമ്മൾ കീര എടുക്കും. ഒരു 2000 രൂപ കീര എടുക്കും ഇതിൽ നിന്ന്. അത് കഴിഞ്ഞാൽ നമ്മൾ 1000 രൂപ പയറെടുക്കും. ഒരു 2000 രൂപ വെണ്ട എടുക്കും. കൊല മിച്ചം. ചാല് പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെ പോയാലും ഒരു 10000 രൂപ വെള്ളരി ഒപ്പിക്കും ഈ ഒരു ഏക്കറിൽ നിന്ന്. അടിയിൽ ചാലാണ് വെള്ളം. നല്ല കാച്ചിൽ മുളച്ചോറിനൊക്കെ എടുക്കുമ്പോൾ സെറ്റപ്പായിരിക്കും. ആ സാധനത്തിന് അങ്ങറ്റത്തുണ്ട് മുളച്ചോറിൻ്റെ കാച്ചിൽ ആവശ്യം. ഇവിടെ ഏകദേശം 50 സെന്റിനകത്ത് ഇത് ഇട്ടേക്കാണ്. ഈ യന്ത്രത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? ഇങ്ങനെ ചെറുതായിട്ട് കൊത്തിക്കളച്ചെടുക്കാം അല്ലേ? നിങ്ങൾ റീപ്ലാന്റ് ചെയ്തേക്കാണ്? റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടി ഇളക്കി നടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഇതിനകത്ത് നമ്മൾ ഡോളോമെറ്റും കോഴിക്കാരം അല്ലെങ്കിൽ ചാണകപ്പൊടി ഏതെങ്കിലും ഇട്ട് ട്രാക്ടറിന് ഇളക്കും. ഇളക്കിയതിന് ശേഷം മത്സരം ഷീറ്റ് മൂടും. ഈ മത്സരം ഷീറ്റ് കിടപ്പുണ്ട്. നമ്മൾ ഒരു ഷീറ്റ് ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ യൂസ് ചെയ്യും. ഫുള്ള് ഷീറ്റ് മൂടും. മത്സരം ഷീറ്റ് മൂടി ഇപ്പം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷീറ്റ് മൂടി നമ്മൾ 12 സ്റ്റാൻഡാക്കി നടും സാധനം. ഇവിടെ മുഴുവൻ ഫുള്ള് മത്സരമാണ്. ഫുള്ള് മത്സരം ഷീറ്റിൻ്റെ പരിപാടിയേ ഉള്ളൂ ഇവിടെ.
റെഡ് കാബേജ് ഇത് നമ്മൾ വിളവെടുത്തതിൻ്റെ ബാലൻസ് ആണ്. ഓ, ഇവിടെ വിളവെടുപ്പ് കഴിഞ്ഞല്ലേ? കഴിഞ്ഞ് ചെറിയ സാധനങ്ങൾ നമ്മൾ വിളവെടുക്കും. അതിന് ശേഷമുള്ളൂ ഇവിടെ നിങ്ങൾ ഇതൊക്കെ ഇവിടെ നല്ല അത്യാവശ്യം വലിപ്പത്തിനുള്ള നിങ്ങൾക്ക് കിട്ടിയ നമ്മൾ അത്യാവശ്യം 1 കിലോ 1.5 കിലോ 2 കിലോ വെയിറ്റിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കൊടുത്തു. ഇതൊക്കെ ഒരു 200 ഗ്രാമൊക്കെ 100 ഗ്രാമൊക്കെ വരുന്നത് നമ്മൾ വീട്ടാവശ്യത്തിന് കൊടുക്കും. എടുക്കാനായിട്ട് ഇതൊക്കെ എല്ലാം വിളവെടുപ്പ് കഴിഞ്ഞു. അവിടെയൊക്കെ നിൽപ്പുണ്ടല്ലോ. ഇത് ചീര, പാൽച്ചീരയാണ്. പാൽച്ചീര തണ്ട് വെളുപ്പാണ് ഇതിൻ്റെ. തൈയാണ്, ചെറുതല്ലേ. ഇതൊക്കെ വെറൈറ്റിയാണ്. ഇവിടെ വേറെ ആരും ചെയ്തിട്ടില്ലേ ഇതൊന്നും അല്ലേ? വേറെ ആരും ചെയ്തതായിട്ട് നമുക്കറിയാം. മഞ്ഞച്ചീര, സുന്ദരി ചീര, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇതും ഇതുപോലെ നല്ല തണ്ട് പിങ്ക് കളർ. ഇത് ചെറുതാണ്, നല്ല വലുതാവും. മഞ്ഞച്ചീര, എല്ലാ ചീര എന്ന് പറയും. ഇത് ഈ ഒരു ഐറ്റത്തിൻ്റെ തന്നെയാണ്. ഇതിൻ്റെ തണ്ട് ബ്രൗണും ഇല യെല്ലോ കളറും ആവും, നല്ല യെല്ലോ കളറും ആവും. കൃഷി ചെയ്ത് വിജയിച്ചതാണല്ലേ? ചോളമാണ് നമ്മൾ എടുത്ത് തീർന്ന് ലാസ്റ്റ് നിർത്തിയിരിക്കുന്നതാണ്. ഇത് പയറാണ്. പയറിൻ്റെ ഇടയ്ക്ക് ഫുള്ള് ചീര ഉണ്ടായിരുന്നു. ചീര മുഴുവൻ വിളവെടുത്ത് ഇനി ഈ കാട് നമ്മളിനി നീക്കം ചെയ്ത് കൊടുക്കും. ഈ മൾച്ചറിങ് ഷീറ്റ് ഇട്ടാണ് ഹൈടെക് രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതാകുമ്പം വളവും മറ്റുള്ള വെള്ളവും എല്ലാം ഈ ട്രിപ്പ് വഴി എല്ലാ മൂട്ടിൽ കിട്ടിക്കോളും. ഇടയ്ക്ക് ഞങ്ങൾ ചീര ഇട്ടിരുന്നു. ഇടവേളയായിട്ട് ഫസ്റ്റ് പയർ നട്ട കൂടെ തന്നെ ചീര ഇട്ട് നമ്മൾ ചീര ഇപ്പോൾ ഇവിടെ എന്തോന്ന് സാധനം നട്ടാലും നമ്മൾ കാടിന് പോലെ അവിടെ എല്ലാം ചീര ഇട്ടിരിക്കും. ഇടകൃഷിയായിട്ട് അപ്പോൾ കാടുകൾ കയറും. നമ്മൾ ചീര നട്ടില്ലെങ്കിലും കാട് കയറും. അതിനേക്കാളും നമ്മൾ ചീര നടുമ്പോൾ കാടിന് ഓരോ കുറച്ച് ചീര കിട്ടും. ആ കാട് വിടാനുള്ള പണിക്കൂലി നമുക്ക് ചീരയിൽ നിന്ന്. ചേന വിളവെടുപ്പ് കഴിഞ്ഞോ? വിളവെടുപ്പല്ല, ചേന വിളവെടുപ്പ് കഴിഞ്ഞപ്പോൾ ചേന നടന്ന സമയം. ഇപ്പോൾ ചേന ഇവിടെ മുളച്ചു വരുന്നുണ്ട്. 10 കിലോ ചീര ഇന്ന് അവിടെ ഇവിടെ ചെന്നെടുക്കും. എന്നിട്ട് ഇവിടെ നമ്മളെ തേച്ചിട്ട് പോയിട്ട് എത്ര ചീര എടുത്താലും തികയില്ല. എന്നിട്ട് പറയാം അത് പുള്ളിയുള്ള ചീര. ഇത് വിഷമടിക്കാത്ത ചീരയാണ്. വിഷമടിക്കാത്ത ചീരയാണ്. മാംഗോസ്റ്റിന് വരിക്കപ്പിലാവ്, മാവ്, മാംഗോസ്റ്റിന് ഇതാ കാച്ചിരിപ്പുണ്ട്. വരിക്കപ്പിലാവ്, സപ്പോർട്ട്. ഇന്ന് നമ്മുടെ വിഷുദിനമാണ്. വിഷുദിനത്തിലായിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ഇവിടെ ചെയ്യാൻ വേണ്ടി വന്നത്. ഈ 2 കർഷകരെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ പേജൊന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത് ഇതുപോലെ തന്നെ നിങ്ങൾ അറിയപ്പെടുന്ന പല കർഷകർ, പുതിയതായിട്ടുള്ള അല്ലെങ്കിൽ പഴയതായിട്ടുള്ള കർഷകരുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മളവിടെ വന്ന് അവരെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.